ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. ഞാനിവിടെ വാനില കസ്റ്റാർഡ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതിരിക്കാനാണ് നമ്മളിങ്ങനെ കുറച്ച് പാലിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. തണുത്ത പാലിൽ മിക്സ് ചെയ്യുക നല്ലത്. ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇളക്കിയതിന് ശേഷം മധുരം കുറവാണെങ്കിൽ നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഈ ടൈം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ അരിയാം. ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടോട് കൂടി ആഡ് ചെയ്യേണ്ട, തണുക്കാനായിട്ടൊന്ന് വെക്കാം. തണുത്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായി കട്ട് ചെയ്യണം. ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പോമഗ്രാനൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് മുന്തിരിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വാട്ടർമെലണും കുറച്ച് പിയറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബദാം ചെറുതായി കട്ട് ചെയ്തതാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വീട്ടിലുണ്ടെങ്കിൽ ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. തണുപ്പ് അധികം വേണ്ടാത്തവരാണെങ്കിൽ ഇത് ടൈമിൽ ചൂട് പോയതിനു ശേഷം ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുപ്പിച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. തണുപ്പിച്ച് കഴിക്കാവും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.